നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് ദ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻസ് ദ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾസ്? 1 gram nitrogen, 1 gram hydrogen, 1 gram carbon dioxide, 1 gram ammonia. ഇതിലേതിനകത്താണ് ഏറ്റവും കൂടുതൽ മോളിക്യൂളുകൾ ഉള്ളത് എന്നാണ് ചോദ്യം. നമുക്കറിയാവുന്ന കാര്യമെന്ന് പറയുന്നത് ഒരു മോളിക്യൂളിനകത്ത് 6.022 × 10⁻23 മോളിക്യൂൾസ് ഉണ്ട്. ഒരു മോൾ എന്ന് പറഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ മാസാണ്. ഒരു ഗ്രാം മോളിക്കുലാർ മാസിനകത്ത് 6.022 × 10⁻23. അപ്പോൾ ഒരു ഗ്രാം നൈട്രജനകത്ത് എത്രയുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നൈട്രജനെ സംബന്ധിച്ചിടത്തോളം ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 28 gram ആണ്. 28 ഗ്രാമിനകത്ത് 6.022 × 10⁻23 ഉണ്ട്. ഒരു ഗ്രാമിനകത്ത് 6.022 × 10⁻23 ഡിവൈഡഡ് ബൈ 28. ഹൈഡ്രജൻ വരുമ്പോഴേക്കും ഗ്രാം മോളിക്കുലാർ മാസ് 2 gram ആണ്. ഒരു ഗ്രാമിനകത്ത് 6.022 × 10⁻23 ഡിവൈഡഡ് ബൈ 2 വരും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗ്രാം മോളിക്കുലാർ മാസ് 44 gram ആണ്. ഒരു ഗ്രാമിനകത്ത് എത്ര വരും? 6.022 × 10⁻23 ഡിവൈഡഡ് ബൈ 44 വരും. അമോണിയ ആകുമ്പോഴേക്കും ഒരു ഗ്രാമിനകത്ത് അമോണിയയുടെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 17 gram ആണ്. ഒരു ഗ്രാമിനകത്ത് 6.022 × 10⁻23 ഡിവൈഡഡ് ബൈ 17 വരും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ വാല്യൂ ഏതായിരിക്കും? ഹൈഡ്രജനാണ്. സോ 1 gram ഹൈഡ്രജൻ കണ്ടെയ്ൻസ് മോർ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് SO3 പ്രൊഡ്യൂസ്ഡ് ഇഫ് 500 gram SO2 reacts with 200 gram of O2 according to the equation 2SO2 plus O2 gives 2SO3. Identify the limiting reagent. 2SO2 plus O2 gives 2SO3. അതാണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ അനുസരിച്ച് 500 gram സൾഫർ ഡൈ ഓക്സൈഡും 200 gram ഓക്സിജനും എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ലിമിറ്റിംഗ് റിയേജൻറ്റ്? എത്രമാത്രം സൾഫർ ട്രൈ ഓക്സൈഡ് ഉണ്ടായിട്ടുണ്ട്? അതാണ് നമ്മുടെ ചോദ്യം. ഇക്വേഷൻ എന്താണ്? 2SO2 plus O2 gives 2SO3. അപ്പോൾ ആദ്യം ഇക്വേഷൻ അനുസരിച്ചിട്ടുള്ള റിലേഷൻ നോക്കണം. 2 mol SO2 1 mol ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. 2 mol SO3 ഉണ്ടായി. 2 mol SO2 എന്ന് പറഞ്ഞാൽ സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? സൾഫറിൻ്റെ മാസ് 32, 2 ഓക്സിജനാകുമ്പോൾ 16, 32. സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ ആകെ മാസ് 64. അങ്ങനത്തെ 2 mol ഉണ്ട്. സോ അഗെയിൻ ഇൻറ്റു 2 128 gram സൾഫർ ഡൈ ഓക്സൈഡ് 32 gram ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. 2 ഇൻറ്റു സൾഫർ ട്രൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ 3 ഓക്സിജനാകുമ്പോൾ 16 × 3 48 പ്ലസ് 32 80 ഇൻറ്റു 2 160 gram സൾഫർ ട്രൈ ഓക്സൈഡ് ഉണ്ട്. അപ്പോൾ 128 gram സൾഫർ ഡൈ ഓക്സൈഡ് 32 gram ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ 160 gram സൾഫർ ട്രൈ ഓക്സൈഡ് കിട്ടും. ഇനി നമ്മളുടെ കയ്യിൽ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് 500 gram ഓക്സിജൻ, 500 gram ഓക്സിജൻ നമ്മുടെ കയ്യിലുണ്ട്. 500 gram സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ട്, 200 gram ഓക്സിജൻ ഉണ്ട്. ഇതിലേതാണ് പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് തീരുന്നത്? ഇത് 500 gram സൾഫർ ഡൈ ഓക്സൈഡ് മുഴുവനായിട്ടും റിയാക്ട് ചെയ്യുമോ അതോ 200 gram ഓക്സിജനാണോ മുഴുവനായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? 500 gram സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ റിയാക്ട് ചെയ്യാൻ ആവശ്യമായ ഓക്സിജൻ്റെ അളവുണ്ട് എത്രയാണെന്ന് നോക്കുക. അത് 200-ൽ കുറവാണെങ്കിൽ ഓക്സിജൻ മിച്ചം വരുമെന്നാണ്. 200-ൽ കൂടുതലാണെങ്കിൽ ഓക്സിജൻ തീർന്നു പോകും. അപ്പോൾ അതിലേതാണെന്ന് കണ്ടുപിടിക്കും. എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 500 gram
സൾഫർ ഡൈ ഓക്സൈഡ്. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാവുന്നത് 128 ഗ്രാം സൾഫർ ഡൈ ഓക്സൈഡിനെ റിയാക്ട് ചെയ്യാൻ 32 ഗ്രാം വേണം. സോ 32/128 ആകുമ്പോൾ 1 ഗ്രാം സൾഫർ ഡൈ ഓക്സൈഡിന് വേണ്ടതാവും. ഇൻറ്റു 500 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ദിസ് ഈസ് 125 ഗ്രാം. അപ്പോൾ 125 ഗ്രാം ഓക്സിജൻ മതി. നമ്മുടെ കയ്യിൽ 200 ഗ്രാം ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഓക്സിജൻ കുറേ മിച്ചം വരും. പൂർണ്ണമായിട്ടും തീരുന്നവരായിരിക്കും സൾഫർ ഡൈ ഓക്സൈഡ് മുഴുവൻ തീരും. മുഴുവൻ സൾഫർ ഡൈ ഓക്സൈഡും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്സിജൻ 200 ഗ്രാം ഉള്ളതിൽ നിന്ന് 125 ഗ്രാം എടുക്കും. ബാക്കി 75 ഗ്രാം അവിടെ മിച്ചം കിടക്കും. അപ്പോൾ ഓക്സിജൻ മിച്ചമുണ്ട്, തീർന്നു പോകുന്നത് സൾഫർ ഡൈ ഓക്സൈഡാണ്. സോ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഈസ് സൾഫർ ഡൈ ഓക്സൈഡ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രമാത്രം സൾഫർ ട്രൈ ഓക്സൈഡ് ഉണ്ടാകും. ഒന്നുകിൽ നമുക്ക് രണ്ടും കൂടെ കൂട്ടാം. 500 + 125. ഇവിടെ ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മുഴുവൻ റിയാക്ടൻറ്റും പ്രോഡക്റ്റായിട്ട് മാറും. പക്ഷേ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് 500 + 200 എന്ന് ചെയ്യരുത്. 500 + 125 ഗ്രാം ഓക്സിജനെ റിയാക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് 500 + 125 എന്ന് ചെയ്താൽ പ്രോഡക്റ്റിൻ്റെ അളവ് കിട്ടും. അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സൾഫർ ട്രൈ ഓക്സൈഡ് ഫോംഡ് എന്ന് പറയുന്നത് 32 ഇത് ഓക്സിജൻ മുഴുവൻ റിയാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് വിടാം. 128 ഗ്രാമിന് 160 ഗ്രാം 160 ഗ്രാം സൾഫർ ട്രൈ ഓക്സൈഡ് കിട്ടാൻ 128 ഗ്രാം സൾഫർ ട്രൈ ഓക്സൈഡ് വേണമെന്നായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ 500 ഗ്രാം ഉണ്ട്. 500 ഗ്രാമും റിയാക്ട് ചെയ്താൽ എത്ര കിട്ടും? അപ്പോൾ സൾഫർ ട്രൈ ഓക്സൈഡ് ഫോംഡ് ഈസ് ഈക്വൽ ടു 625. ലിമിറ്റിംഗ് റിയേജൻറ്റ് ഈസ് സൾഫർ ഡൈ ഓക്സൈഡ്. അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി അടുത്ത ചോദ്യം. റൗണ്ട് ഓഫ് 0.0525 to a number with 2 significant figures. 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ള ഒരു നമ്പറായിട്ട് ഇതിനെ മാറ്റണം. ഇതിനകത്ത് ആകെ ഇപ്പോൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? ഈ 0 സിഗ്നിഫിക്കൻ്റ് അല്ല, ഈ 0 സിഗ്നിഫിക്കൻ്റ് അല്ല. കാരണം അതെല്ലാം ഇനീഷ്യൽ സീറോസാണ്. പിന്നെ പോയിട്ട് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് ഉള്ളത്. ഇതിനെ 2 ആക്കി കുറയ്ക്കണം. എന്ന് പറഞ്ഞാൽ ഈ 5നെ കളയണം. 5നെ കളയുമ്പോൾ ഇത് 5ന് താഴെയുള്ള നമ്പർ ആയിരുന്നെങ്കിൽ അതങ്ങ് കളഞ്ഞാൽ മതിയായിരുന്നു. 5ന് മുകളിലുള്ള നമ്പർ ആയിരുന്നെങ്കിൽ ഇപ്പുറത്തുള്ള നമ്പറിൻ്റെ കൂടെ 1 കൂട്ടി നമുക്ക് എഴുതാൻ മതി. ഇതിപ്പോൾ 5ആണ്. 5ആണെങ്കിലുള്ള നിയമം എന്താണെന്ന് വെച്ചാൽ 5 ആണ് നമുക്ക് കളയേണ്ട നമ്പർ എങ്കിൽ 5ൻ്റെ ഇടതുവശത്തുള്ള നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, അതേപടി എഴുതുക. അപ്പോൾ 0.052 എന്ന് പറയുന്ന ഈവൻ നമ്പറാണ്, അത് അതേപടി എഴുതുക. ഓഡ് നമ്പർ ആണെങ്കിൽ 1 കൂട്ടണം. ഓഡ് നമ്പർ ആണെങ്കിൽ 1 കൂട്ടണം. അപ്പോൾ ഇവിടെ 1 3 ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ 1 കൂട്ടി എഴുതണമായിരുന്നു. ഇപ്പോൾ ഇത് പ്രശ്നമില്ല, 0.052 എന്ന് തന്നെ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ. Reaction mixture for the production of ammonia gas contains 250 gram of nitrogen gas and 50 gram of hydrogen gas under suitable conditions. Identify the limiting reagent if any and calculate the mass of ammonia gas produced. Reaction mixture for the production of ammonia gas. അപ്പോൾ റിയാക്ഷൻ എങ്ങനെയാണ്? N2 + 3H2 gives 2NH3. ഇതാണ് ബാലൻസ്ഡ് റിയാക്ഷൻ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ. ഇതിനകത്ത് 250 ഗ്രാം നൈട്രജൻ ഉണ്ട്, 50 ഗ്രാം ഹൈഡ്രജൻ ഗ്യാസും ഉണ്ട്. 250 ഗ്രാം നൈട്രജൻ, 50 ഗ്രാം ഹൈഡ്രജൻ. ഇതിലേതാണ് ഉപയോഗിച്ച് തീരുന്നത് എന്നാണ് ചോദ്യം. ഇത് നമ്മുടെ കയ്യിൽ എടുത്തിരിക്കുന്നതാണ്. ഇനി റിയാക്ഷൻ അനുസരിച്ച് 28 ഗ്രാം, അതായത് 1 മോൾ നൈട്രജൻ, 3 മോൾ 6 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യും. 2 × 17 34 ഗ്രാം അമോണിയ ഉണ്ടാവും. റിയാക്ഷൻ അനുസരിച്ച് 34 ഗ്രാം അമോണിയ ഉണ്ടാവും. 28 ഗ്രാം നൈട്രജൻ, 6 ഗ്രാം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ 34 ഗ്രാം അമോണിയ ഉണ്ടാകും എന്നാണ് നമ്മൾ റിയാക്ഷനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 250 ഗ്രാം നൈട്രജന് റിയാക്ട് ചെയ്യാൻ എത്ര ഹൈഡ്രജൻ വേണ്ടി വരുമായിരിക്കും? എമൗണ്ട് ഓഫ് hydrogen required to react with 250 gram nitrogen. എത്രയായിരിക്കും? 28 ഗ്രാം നൈട്രജൻ റിയാക്ട് ചെയ്യാൻ 6 ഗ്രാം ഹൈഡ്രജൻ വേണമായിരുന്നു.
28-ന് 6 ആണെങ്കിൽ 250-ക്ക് എത്ര കാൽക്കുലേറ്റ് ചെയ്യണം. 28-ന് 6 ആണെങ്കിൽ 250-ക്ക് എത്ര? 6 into 250. 6 into 250 divided by 28. 53.57. 53.57 ഗ്രാം. നമ്മുടെ കയ്യിൽ പക്ഷേ 50 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ ഈ 50 ഗ്രാമിന് റിയാക്ട് ചെയ്യാൻ 250 ഗ്രാം നൈട്രജന് പൂർണ്ണമായിട്ട് റിയാക്ട് ചെയ്യാൻ ഉള്ള ഹൈഡ്രജൻ നമ്മുടെ കയ്യിലില്ല. ഹൈഡ്രജൻ തികയുന്നില്ല. ഹൈഡ്രജൻ അപ്പോൾ ഈ 80 ഗ്രാമും തീർന്നു പോകും. സോ വിച്ച് ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്? ലിമിറ്റിംഗ് റിയേജൻറ്റ് ഈസ് ഹൈഡ്രജൻ. എത്ര അമോണിയ ഉണ്ടാവും? 50 ഗ്രാം ഹൈഡ്രജനും റിയാക്ട് ചെയ്യും. അപ്പോൾ എത്ര അമോണിയ ഉണ്ടാവും? 6 ഗ്രാം റിയാക്ട് ചെയ്യുമ്പോൾ 34 ഗ്രാം കിട്ടും. എമൗണ്ട് ഓഫ് അമോണിയ എന്ന് പറയുന്നത് 34 ഗ്രാം കിട്ടുമായിരുന്നു 6 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ. 80 ഗ്രാം റിയാക്ട് ചെയ്താൽ എത്ര കിട്ടും? 283.3 ഗ്രാം. ഇനി അടുത്ത ചോദ്യം. Which among the following measurements contain the highest number of significant figures? 1.123 into 10 raised to minus 3, 1.2 into 10 raised to minus 3, 0.123 into 10 raised to 3, 2 into 10 raised to 5. ഇതിനകത്ത് ഈ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാറില്ല. പോയിട്ട് ഇതിനകത്ത് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്, ഇതിനകത്ത് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്, ഇതിനകത്ത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്, ഇതിനകത്ത് ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറുമാണുള്ളത്. സിമ്പിൾ. സോ അതിനകത്ത് ഏറ്റവും വലുത് ഏതാണ്? 1.123 ഇൻറ്റു 10 raised to minus 3 കിലോഗ്രാം എന്ന് പറയുന്ന വാല്യൂവിനകത്താണ് ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ളത്. അടുത്ത ചോദ്യം. സ്റ്റേറ്റ് ആൻഡ് ഇലസ്ട്രേറ്റ് ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനാണ്. സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് അതേപടി എഴുതിയാൽ മതിയാവും. അടുത്തത്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് 32 ഗ്രാം മീതെയിൻ ആൻഡ് 32 ഗ്രാം ഓക്സിജൻ. ഇതുപോലെ കണക്ക് നമ്മൾ നേരത്തെ ചെയ്തതാണ്, പുസ്തകത്തിനകത്തുള്ള കണക്കാണ്. CH4 plus 2O2 gives CO2 plus 2H2O. ഇതിനകത്ത് 16 ഗ്രാം മീതെയിൻ ഉണ്ട്. 2 into 32 എന്ന് പറയുമ്പോൾ 64 ഗ്രാം ഓക്സിജൻ വേണം. 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. 36 ഗ്രാം വാട്ടർ ഉണ്ടാവും. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 32 ഗ്രാം മീതെയിനും 32 ഗ്രാം ഓക്സിജനും ഉണ്ട്. എത്ര കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുമെന്നാണ് ചോദ്യം. ലിമിറ്റിംഗ് റിയേജൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ലിമിറ്റിംഗ് റിയേജൻ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ കണക്ക് ബാക്കി നോക്കാവുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നമ്മൾ 32 64 എന്നൊന്നും പറഞ്ഞ് എഴുതരുത്. നമ്മുടെ കയ്യിൽ 32 ഗ്രാം മീതെയിൻ ഉണ്ടെങ്കിൽ 32 ഗ്രാം മീതെയിൻ റിയാക്ട് ചെയ്യാൻ എത്ര ഓക്സിജൻ വേണ്ടിവരുമായിരിക്കും? എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് amount of oxygen required to react with 32 gram methane. 16 ഗ്രാം റിയാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടുമായിരുന്നു? അല്ല, എത്ര ഓക്സിജൻ വേണമായിരുന്നു? 64 ഗ്രാം ഓക്സിജൻ വേണമായിരുന്നു. 16 ഗ്രാം മീതെയിന് 64 ഗ്രാം വേണമായിരുന്നു. അപ്പോൾ 32 ഗ്രാം മീതെയിൻ റിയാക്ട് ചെയ്യാൻ എത്ര വേണം? 16 into 2. അപ്പോൾ 4 2 8 6 12 128 ഗ്രാം വേണം. പക്ഷേ ഇല്ലല്ലോ, നമ്മുടെ 32 ഗ്രാം ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ 32 ഗ്രാം ഓക്സിജൻ മുഴുവനായിട്ടും റിയാക്ട് ചെയ്ത് പോകും. 32 ഗ്രാം ഓക്സിജൻ മുഴുവനായിട്ട് റിയാക്ട് ചെയ്യും, മീതെയിൻ മുഴുവൻ റിയാക്ട് ചെയ്യുക. കാരണം 32 ഗ്രാം മീതെയിന് റിയാക്ട് ചെയ്യണമായിരുന്നു, പൂർണ്ണമായിട്ടും റിയാക്ട് ചെയ്യണമായിരുന്നുവെങ്കിൽ 128 ഗ്രാം ഓക്സിജൻ വേണമായിരുന്നു. അത്രയും ഓക്സിജൻ ഇല്ല നമ്മുടെ കയ്യിൽ. അതുകൊണ്ട് ഓക്സിജൻ അളവ് കുറവാണ്. അതുകൊണ്ട് ഓക്സിജൻ മുഴുവൻ തീർന്നു പോകും. സോ ലിമിറ്റിംഗ് റിയേജൻ്റ് ഈസ് ഓക്സിജൻ. ഈ ഓക്സിജൻ്റെ അളവ് 32 ഗ്രാം ഓക്സിജൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് കിട്ടുകയുള്ളൂ. 64 ഗ്രാം ഓക്സിജൻ റിയാക്ട് ചെയ്താൽ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും.
എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ വേണ്ടി 64 ഗ്രാം ഓക്സിജൻ വേണമായിരുന്നു. സോ നമ്മുടെ കയ്യിലുള്ളത് 32 ഗ്രാം ഓക്സിജനാണുള്ളത്. എടുത്തിരിക്കുന്ന ഓക്സിജനുള്ളത് 32 ഗ്രാമാണ്. 32 ഗ്രാം റിയാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 32 ഇൻറ്റു 2 കിട്ടും 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ദ ആൻസർ. അടുത്ത ചോദ്യം, ദ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസൻറ്റ് ഇൻ 5 മോൾ ഗ്ലൂക്കോസ്. 5 മോൾ ഗ്ലൂക്കോസിനകത്ത്, ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ C6H12O6, ഇതിനകത്ത് എത്ര ഓക്സിജൻ ആറ്റങ്ങൾ ഉണ്ടെന്നാണ്. നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസൻറ്റ് ഇൻ 5 മോൾ ഓഫ് ഗ്ലൂക്കോസ്. ഒരു മോളിനകത്ത് 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ആണുള്ളത്. ഒരു മോളിക്യൂളിനകത്ത് 6 ഓക്സിജൻ ആറ്റം ഉണ്ട്. സോ 6 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 5 മോൾ ഉണ്ടെങ്കിൽ 5 ഇൻറ്റു 6 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഓക്സിജൻ ആറ്റംസ്. ചോദ്യം, ഫൈൻഡ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് with a molar mass 78 gram per mole and empirical formula CH. empirical formula CH ആകുമ്പോൾ empirical formula mass എത്രയായിരിക്കും? 12 plus 1 that is equal to 13. molecular mass N is equal to molecular mass divided by empirical formula mass. 78 molecular mass വന്നിട്ടുണ്ട് 13. So that is equal to 6. So molecular formula is equal to CH into 6, that is C6H6. അടുത്ത ചോദ്യം, calculate the mass of oxalic acid dihydrate H2C2O4 required to prepare 0.1 molar 250 ml of its aqueous solution. ഇതിനകത്ത് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലിലിറ്റേഴ്സ്. ഇതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനം മാസ് ഓഫ് സൊല്യൂട്ടാണ്. മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? മൊളാരിറ്റി ഇൻറ്റു ഗ്രാം മോളിക്കുലർ മാസ് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലിലിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 1000. മൊളാരിറ്റി എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? എത്ര മോളാർ സൊല്യൂഷനാണ് വേണ്ടത്? 0.1 മോളാർ സൊല്യൂഷനാണ് വേണ്ടത്. ഗ്രാം മോളിക്കുലർ മാസ് എന്നാണ് H2C2O4 2H2. 2 ഹൈഡ്രജൻ 2 കാർബൺ ആകുമ്പോൾ 12 ഇൻറ്റു 2 24, 4 ഓക്സിജൻ ആകുമ്പോൾ 16 ഇൻറ്റു 4 64, 2 വാട്ടർ മോളിക്യൂൾ ആകുമ്പോൾ 2 36, 6 4 10, 10 14 16, 4 10 12 126 ഇൻറ്റു വോളിയം എത്ര ml സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്? 250 ml ഡിവൈഡഡ് ബൈ 1000. 25 4 12. .15 ഗ്രാം ഓക്സാലിക് ആസിഡ് എടുത്താൽ നമുക്ക് 0.1 മോളാർ 250 ml സൊല്യൂഷൻ കിട്ടും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് NO and NO2 are two oxides of nitrogen. NO and NO2 are two oxides of nitrogen. അതായത് 2 elements combined to form more than one compound. അതാണ് സിറ്റുവേഷൻ. വിച്ച് ലോ ഈസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഈസ് ഇലസ്ട്രേറ്റഡ്
2 elements combined to form more than one compound എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്ന ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. സ്റ്റേറ്റ് ദ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക നിങ്ങൾക്കറിയാം. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ്, അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് മഗ്നീഷ്യം ആറ്റം ഇൻ ഗ്രാംസ്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് മഗ്നീഷ്യം ആറ്റം, മഗ്നീഷ്യം ആറ്റത്തിൻ്റെ മാസ് ഗ്രാമിൽ എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഗ്നീഷ്യം ആറ്റത്തിൻ്റെ ഒരു ആറ്റത്തിൻ്റെ മാസ് 24 ആണ്. 24 എന്ന് പറയുന്നത് മഗ്നീഷ്യത്തിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസാണ്. റിലേറ്റീവ് അറ്റോമിക് മാസ് 24 ഗ്രാം എന്ന് പറയുമ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ഗ്രാം അറ്റോമിക് മാസാണ്. ഈ ഒരു ഗ്രാം അറ്റോമിക് മാസിനകത്ത് 6.022 × 10⁻23 ആറ്റങ്ങളുണ്ട്. സോ മാസ് ഓഫ് വൺ ആറ്റം ഈസ് ഈക്വൽ ടു 24 gram atomic mass divided by 6.022 into 10⁻23. 3.98 into 10⁻⁻23 gram എന്ന് എഴുതണം. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 10⁻23 ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ -23 എന്ന് എഴുതണം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് മൊളാലിറ്റി എന്നാണ്. നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് present in 1 kilogram of the solvent. അതാണ് മൊളാലിറ്റി. അടുത്തത്, ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് മോൾസ് പ്രസൻറ്റ് ഇൻ 0.55 milligram ഓഫ് ഇലക്ട്രോൺസ്. 0.55 milligram ഇലക്ട്രോൺ എടുത്താൽ അതിനകത്ത് എത്ര മോൾസ് ഉണ്ടെന്നാണ് ചോദ്യം. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് ഒരു മോൾ ആറ്റങ്ങളുടെ അല്ലെങ്കിൽ ഒരു മോൾ മോളിക്യൂളിൻ്റെ മാസാണ്. ഒരു മോൾ, ഇതിവിടെ ഇപ്പോൾ ഇലക്ട്രോണാണ്. ഒരു ഇലക്ട്രോണിൻ്റെ മാസ് ഓഫ് 1 ഇലക്ട്രോൺ എന്ന് പറയുന്നത് 9.1 × 10⁻31 കിലോഗ്രാമാണ്. കിലോഗ്രാം നമുക്ക് മാസിലേക്ക് മാറ്റാം. 9.1 × 10⁻28 ഗ്രാം. അപ്പോൾ 6.022 × 10⁻23 ഇലക്ട്രോൺ വരുമ്പോഴേക്കും മാസ് എത്രയാവും? 9.1 × 10⁻28 × 6.022 × 10⁻23. ഇതാണ് ഒരു മോൾ ഇലക്ട്രോണിൻ്റെ മാസ്. 9.1 × 6.022. = 6.022 സമം 54.8 × 2328 -5 ഗ്രാം. ഇതാണ് ഒരു മോൾ ഇലക്ട്രോണിൻ്റെ മാസ്. ഒരു മോൾ ഇലക്ട്രോണിൻ്റെ മാസ് നമുക്കറിയാമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 0.55 milligram ഇലക്ട്രോൺ എടുത്താൽ അത് എത്ര മോളാണെന്നാണ്. മില്ലിഗ്രാമിനെ നമുക്ക് ഗ്രാമിലേക്ക് മാറ്റാം. 0.55 × 10⁻³ ഗ്രാം. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കിട്ടും? ഗിവൺ മാസ് 0.55 × 10⁻³ divided by 54.8 × 10⁻5 എന്ന് 10⁻2 നമുക്ക് ഒരുമിച്ചാക്കാം. 0.55 divided by × 10⁻³ എന്ന് എഴുതണമെങ്കിൽ 2 പ്ലേസ് അപ്പുറത്തേക്ക് മാറ്റാം. 0.548 × 10⁻³ എന്ന് എഴുതാം. It's nearly equal to 1. Number of moles is equal to. അടുത്ത ചോദ്യം, give the empirical formula of the following: C6H12O6, C6H6, അടുത്തത് CH3COOH, അടുത്തത് C6H6Cl6. ഇവരുടെയൊക്കെ എംപിരിക്കൽ ഫോർമുല എഴുതാൻ ഒരേ നമ്പർ കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യുക. ഇവിടെ
6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ C1. ഏറ്റവും സിമ്പിളസ്റ്റ് റേഷ്യോ എഴുതുക, H2O1. ഇതാണ് ഇതിൻ്റെ എംപിരിക്കൽ ഫോർമുല. C6H6ൻ്റെ എംപിരിക്കൽ ഫോർമുല CH. ഇതിൻ്റെ ശരിക്കുള്ള ഫോർമുല എന്ന് പറയുന്നത് C 2 എണ്ണം ഉണ്ട്, O 2 എണ്ണം ഉണ്ട്, H 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എംപിരിക്കൽ ഫോർമുല എങ്ങനെ എഴുതാം? COH2 എന്ന് എഴുതാം. ഇതിൻ്റെ എംപിരിക്കൽ ഫോർമുല എങ്ങനെ എഴുതാം? CHCl. ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ ഫോർമുല കിട്ടി, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ ഫോർമുല കിട്ടി, CHനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ C6H6 കിട്ടി. ഗ്ലൂക്കോസിൻ്റെ C1H2O 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ C6H12O6 കിട്ടി. അങ്ങനെയാണ് എംപിരിക്കൽ ഫോർമുല എഴുതുന്നത്. എംപിരിക്കൽ ഫോർമുല ഈസ് ദി സിംപ്ലസ്റ്റ് റേഷ്യോ തരുന്ന ഫോർമുലയാണ് എംപിരിക്കൽ ഫോർമുല. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2 elements കാർബൺ ആൻഡ് ഹൈഡ്രജൻ കമ്പൈൻഡ് ടു ഫോം C6H6, C2H4, C2H2. ഐഡൻറ്റിഫൈ ദ ലോ. 2 എലമെൻറ്റ് കാർബൺ 2 elements കമ്പൈൻഡ് ടു ഫോം മോർ ദാൻ 1 കോമ്പൗണ്ട് എന്ന് പറയുന്ന ലോയാണ്. ദാറ്റ് ഈസ് എ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അടുത്ത കണക്ക് എംപിരിക്കൽ ഫോർമുല റെപ്രസെൻറ്റ്സ് ദ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട്. ഗിവ് ദ റിലേഷൻ ബിറ്റ്വീൻ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. നമുക്കറിയാം മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു empirical formula into n, where n is equal to molecular mass divided by empirical formula mass. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. An organic compound has the following percentage composition: carbon 12.36, hydrogen 2.13, bromine 85%. Its vapor density is 94. Find its molecular formula. അപ്പോൾ നമ്മൾ ആദ്യ എലമെൻ്റ് എഴുതുന്നു. ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ബ്രോമിൻ. നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. എലമെൻറ്റുകൾ എഴുതി. അടുത്ത ലൈനിൽ എന്ത് എഴുതണം? പെർസെൻറ്റേജ് കോമ്പോസിഷൻ. പെർസെൻറ്റേജ് കോമ്പോസിഷൻ എത്രയൊക്കെ തന്നിട്ടുണ്ട്? കാർബൺ 12.36, ഹൈഡ്രജൻ 2.13, ബ്രോമിൻ 85. ഈ അടുത്ത ലൈനിൽ എഴുതേണ്ടത് അറ്റോമിക് മാസ്. കാർബൺ 12, ഹൈഡ്രജൻ 1, ബ്രോമിൻ 80. അറ്റോമിക് മാസ്. ഇനി അടുത്ത ലൈനിൽ എഴുതേണ്ടത് റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ്. പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ്. 12.36 divided by 12, that is equal to 1.03. 2.13 divided by 1, 2.13. 85 divided by 80. 85നെ 80 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1.06 എന്ന് കിട്ടും. ഇതിലേറ്റവും ചെറിയ നമ്പർ ഏതാണ്? 1.03. അതിനെ എല്ലാ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് അടുത്ത ജോലി. സിംപിളസ്റ്റ് റേഷ്യോ 1.03. ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 1.03 ഡിവൈഡഡ് ബൈ 1.03 is equal to 1. 2.13 divided by 1.03 ചെയ്താൽ എത്ര വരും? ഇറ്റ്സ് നിയർലി ഈക്വൽ ടു 2. 1.06 divided by 1.03 ചെയ്യുമ്പോഴും ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് സിമ്പിളസ്റ്റ് റേഷ്യോ കിട്ടി. Now we can write the empirical formula. What is the empirical formula? കാർബൺ ഒരെണ്ണം, ഹൈഡ്രജൻ 2 എണ്ണം, ബ്രോമിൻ ഒരെണ്ണം. എംപിരിക്കൽ ഫോർമുല മാസ് എത്ര? 12 പ്ലസ് 2 പ്ലസ് 80. 80, 82, 92, 94. ഇനി വേപ്പർ ഡെൻസിറ്റിയാണ് തന്നിരിക്കുന്നത്. വേപ്പർ ഡെൻസിറ്റി ഈസ് ഗിവൺ ആസ് 94. വേപ്പർ ഡെൻസിറ്റി തന്നാൽ മോളിക്കുലർ മാസ് കിട്ടാൻ എന്ത് ചെയ്യണം? 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി. 2 ഇൻറ്റു 94. അപ്പോൾ മോളിക്കുലർ മാസ് കിട്ടി. ഇനി n എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? n ഈസ് ഈക്വൽ ടു മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. 2 ഇൻറ്റു 94. എംപിരിക്കൽ ഫോർമുല കിട്ടിയത് 94 ആണ്. സോ n ഈസ് ഈക്വൽ ടു 2. സോ മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു CH2Br into 2
C2H4Br2.